ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കുക. ഇവർക്കൊരു ബൗള് പാലെടുക്കുക. അതിൽ നിന്നിട്ട് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. ഒരു പൊടി നാരങ്ങ ഒക്കെ മതി. അത് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിന് വേണ്ടത്ര അത്യാവശ്യമായി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയൊന്ന് വരുമ്പോഴത്തേന് നമുക്ക് ആ പാലൊന്ന് എടുത്തിട്ട് നമ്മളെ ഈ ചിക്കൻക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ടൈം എന്ന് വെച്ചാൽ ഒരു 1-1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുള്ളിൽ നമുക്ക് മസാല ഉണ്ടാക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇതൊക്കെയാണ് അതിന് വേണ്ടത്. അതിന് ശേഷം നമ്മൾ കുറച്ച് മൈദപ്പൊടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് മിക്സാക്കി എടുക്കണം. അതിൻ്റെ ശേഷം ഈ 1-1.5 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പൊടികൾക്ക് നമ്മൾ ആ മറ്റേ പാലും ഇതും ഇട്ട് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനത്തെ കൺസിസ്റ്റൻസി ആക്കിയിട്ട് എല്ലാ ചിക്കനും ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് മൈദ എടുക്കുക. ഒരു വലിയ ടീസ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 ടീസ്പൂണൊക്കെ മതിയാവും. ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി, ഈ മുന്നത്തെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഗരം മസാല മാത്രം മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ മസാല തേച്ച് വെച്ച ചിക്കനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മസാല ഒക്കെ അതിമക്ക് ഇങ്ങനെ പിടിക്കണ രീതിയിൽ ആ പൊടി നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവണം. നല്ല കട്ടിയിൽ പ്രസ് ചെയ്യണം കേട്ടോ. കട്ടിയിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ ഒരു ഇത് കൺസിസ്റ്റൻസി ഒന്ന് നല്ലപോലെ ആയി വരുള്ളൂ. നല്ല പ്രസ് ചെയ്യണം. നല്ല ആ പൊടി അതിമ കട്ട വെച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ പൊരിക്കണ നേരത്തെ അതിൻ്റെ ഒരു ഇത് ഫേസ് വരിക അതിന്. അപ്പം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിക്കാണ് എത്തുക. എന്നിട്ട് നമ്മളൊരു സ്റ്റൗവ് കത്തിക്കുക. അത് കത്തിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ആ ഓയിൽ നമ്മൾ കുറച്ച് ഒരു 1/4 ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബ്രോസ്റ്റ് ഓരോന്നുമായി വെച്ച് കൊടുക്കുക. ബ്രോസ്റ്റ് ടൈം എത്രയെന്ന് വെച്ചാൽ, ബ്രോസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ മറിച്ചിടണം എന്നാണ്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് 5 മിനിറ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെ അടിഭാഗം നല്ലോണം ആയിട്ടുണ്ടാവും. കരിയാൻ നിൽക്കരുതൊക്കെ കേട്ടോ. നമ്മളെല്ലാതും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ വരും കേട്ടോ.
അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് വരുന്നത്. കരിയാൻ നിൽക്കരുത്, ഞാൻ ആദ്യം പറയാണ്. അതിന് നല്ല കട്ടിയിൽ നമ്മൾ ആ പൊടി വെച്ചില്ലാന്നുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും